ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അഥവാ ഒരു സത്യദർശിയുടെ ആത്മാനുഭവം, ആ അനുഭവത്തെ അറിവാക്കി മാറ്റിക്കൊണ്ട് ആ അറിവ് സാമാന്യ ജനങ്ങളും മനസ്സിലാക്കണം, അവരും ആ അറിവിലേക്ക് ഉണരണം എന്നുള്ള കാരുണ്യം കൊണ്ട് തന്നെയാണ് ഗുരു ഇപ്രകാരം ഈ കൃതികളൊക്കെ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 45-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഗുരു എങ്ങനെയാണ് ഈ സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥിതിയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെ മനഃശാസ്ത്രപരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്വൈതിയായിട്ടുള്ള ഗുരുവിന് ഇവിടെ സമൂഹത്തിൽ നടമാടുന്ന പ്രശ്നങ്ങളുടെ നാരായവേര് കണ്ടെത്തി അതിനൊരു പരിഹാരം ഗുരു പറയുമ്പോൾ അതിന് ചെവി കൊടുത്ത് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഓരോ മനുഷ്യർക്കുമുണ്ട്. അല്ലെങ്കിൽ സംസ്കാരം ഉള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് ഔന്നത്യം പ്രാപിച്ചിട്ടുള്ള ആളുകളെല്ലാം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഒരു സമുദായത്തിൻ്റെയോ ഒരു നാടിൻ്റെയോ മാത്രം വക്താവല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും മറ്റുള്ളവർ ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഗുരുവിൻ്റെ ദർശനം എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിനെ ഏത് രീതിയിൽ സമൂഹത്തിൽ നമ്മൾ കാണണം, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ അത് ഉപയോഗപ്രദമാക്കി എടുക്കാൻ പറ്റും, അതൊക്കെ വിദ്യാസമ്പന്നരായിട്ടുള്ള വ്യക്തികൾ മനസ്സിലാക്കി പെരുമാറേണ്ടതാണ്. അപ്പോൾ ഗുരു ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ഒരു മതം അന്യന് നിന്ദ്യം, ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ന്യൂനമാകും, ധരയിൽ ഇതിൻ്റെ രഹസ്യം. അപ്പോൾ ഇവിടെ ഗുരു പറയുന്ന മതം, ആ മതത്തിൻ്റെ സാരം. അപ്പോൾ ഒരു മതം അന്യന് നിന്ദ്യം. അപ്പോൾ ഇവിടെ മതം മുൻപ് നമ്മൾ സൂചിപ്പിച്ചു, അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിന. പക്ഷേ അത് മറ്റൊരാൾക്ക് നിന്ദ്യമായിട്ട് തോന്നുകയാണ്. എന്തുകൊണ്ടാണ്? അവൻ സ്വതന്ത്രമായിട്ട് മുൻവിധിയില്ലാതെ അതിനെ വിലയിരുത്തുവാനോ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നില്ല. അതാണ് പ്രശ്നം. കാരണം ഇതിൻ്റെ കരു എന്ന് പറയുന്നത് ഒന്നാണ്. എല്ലാ സാരം എന്ന് പറയുന്നത് അതിൻ്റെ കരുവാണ്, മർമ്മപ്രധാനമായിട്ടുള്ള അത് ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് വരാത്തത് കൊണ്ട് എന്തു ചെയ്യുന്നു, മറ്റവനെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമാണ്, അത് ശരിയല്ല എന്ന് അവൻ പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് സമുദായങ്ങൾ അല്ലെങ്കിൽ രണ്ട് മതത്തിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ, ഇവർ പരസ്പരം ഈ കാര്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇവിടെ ഒന്ന് കുറവാണ്. ഇപ്പം നമ്മൾ ഒരു മതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നു, അപ്പോൾ അവൻ അത് പറയുമ്പോൾ മറ്റവൻ്റെ ന്യൂനതയെക്കുറിച്ചാണ് പറയുന്നത്, അവൻ്റെ നന്മയെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ കിടന്ന് പറയുകയാണ്. ഇങ്ങനെ പറയുമ്പോഴോ അത് വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്നു എന്ന് ഗുരു സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടം ഒഴിവാക്കണമെങ്കിൽ എന്ത് പറയുന്നു, ധരയിൽ ഇതിൻ്റെ രഹസ്യമൊന്ന് താനെന്ന് അറിവളവും ഭ്രമം എന്നറിഞ്ഞിടണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഭ്രമചിന്ത കൊണ്ട്, മനസ്സിൻ്റെ ഭ്രമം കൊണ്ടാണ്
ഈ ഒരു രീതിയിലേക്കുള്ള തിരിച്ചറിവ് അവനുണ്ടാകാത്തത് എന്ന് ഗുരു പറയുകയാണ്. അപ്പോൾ എത്ര സൂക്ഷ്മമായിട്ട് എത്രയോ ലളിതമായിട്ടാണ് ഗുരു അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യർ തമ്മിൽ ഈ സംഘർഷം ഉണ്ടാകും? അപ്പോൾ മതങ്ങളെക്കുറിച്ച് മാത്രമല്ല നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, മറ്റേത് ഫീൽഡിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും മക്കളും, ഇവർ അച്ഛൻ്റെ ഒരഭിപ്രായമുണ്ട്, അമ്മയ്ക്കൊരഭിപ്രായമുണ്ട്, മക്കൾക്ക് അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങൾക്ക് ഒരു സമന്വയം വന്നില്ലെങ്കിൽ അതിൻ്റെ സത്ത, അതിൻ്റെ കരു നമ്മൾ കണ്ടെത്താതെ വരുമ്പോഴാണ്, ആ കണ്ടെത്താത്ത പ്രക്രിയയാണ് ശരിക്കും ഭ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ, അതേപോലെ ഒരു കുടുംബത്തിലെ വ്യക്തികൾ തമ്മിൽ, അതുപോലെ തന്നെ സമൂഹത്തിലെ വ്യക്തികൾ തമ്മിൽ, രാജ്യത്തിൻ്റെ, പിന്നെ ഇങ്ങനെ ഓരോന്നിനും നമ്മളത് കണക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് മനസ്സിൻ്റെ ഭ്രമം കൊണ്ടാണ്. ഭ്രമം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, ശരിയായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ഗുരു പറയുകയാണ്. അപ്പോൾ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഭ്രമചിന്ത നമുക്ക് ഏതെല്ലാം രീതിയിൽ അത് ഉപയോഗപ്പെടുത്താം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സ്കൂളിലും കോളേജിലും, അതുപോലെ നമ്മുടെ ഇതിനകത്തൊക്കെ നടക്കുന്ന ഈ സംഘർഷങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ഈ ഒറ്റ ശ്ലോകം പഠിച്ചാൽ തന്നെ, നമുക്ക് ഈ ഒറ്റ വരി പഠിച്ചാൽ മതി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തുക, നമ്മളതിന് ക്ഷമ കാണിക്കുക. അങ്ങനെ വന്നാൽ നമ്മുടെ ഈ വരുന്ന തലമുറ, കുഞ്ഞുങ്ങൾ, അവരെങ്കിലും രക്ഷപ്പെടും. അല്ലെങ്കിൽ അവർ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളിൽ മാതാപിതാക്കൾ അതെല്ലാം കണ്ട് ദുഃഖിച്ച് മനസ്സമാധാനമില്ലാതെ മരിച്ചു പോകേണ്ട ഒരവസ്ഥയാണ്. അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും അതിന് പരിഹാരം നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. അങ്ങനെ വിചാരം ഉണ്ടാകട്ടെ. എവർക്കും നമസ്കാരം.